എർലിംഗ് ഹാലൻഡ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരുകളിലൊന്നാണ് നോർവേയുടെ എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്നത്. മറ്റു പല പ്ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, മെസ്സിയെ കുറിച്ച്, റൊണാൾഡോയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആർക്കുണ്ട്? എർലിംഗ് ഹാലൻഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ആ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്. ഒന്നാമത്തത് അദ്ദേഹത്തിന്റെ ഹൈറ്റ് തന്നെയാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഒരുപാട് ഹൈറ്റ് ഉള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്. ആ ഹൈറ്റിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ? ഫുട്ബോൾ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാട് ഹൈറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അങ്ങനെയുള്ള ഹൈറ്റ് ഉള്ള പ്ലെയേഴ്സിന് കിട്ടും. പക്ഷേ സ്വാഭാവികമായിട്ടും ഹൈറ്റ് കൂടുമ്പോൾ അതിൻ്റെതായ കുറേ ഗുണങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവർക്ക് ഓടിയെത്താനുള്ള, അല്ലെങ്കിൽ അവരുടെ സ്പ്രിന്റിങ്ങിൽ അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യുന്നിടത്തൊക്കെ അതിൻ്റെതായ ചില പരിമിതികളും സ്വാഭാവികമായിട്ടും ഈ ഹൈറ്റ് കൂടിയ പ്ലെയേഴ്സ് ഉണ്ടാവും. പക്ഷേ എർലിംഗ് ഹാലൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഹൈറ്റും ഉണ്ട്, അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടം ഏറ്റവും നന്നായി ഓടി എത്താൻ സാധിക്കുന്നു എന്നുള്ളതുമാണ്. അതേപോലെ തന്നെ പൊസിഷനിങ്ങും അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഡ്ലി കോമ്പിനേഷൻ നമ്മൾ പറയും. അതുകൊണ്ടാണ് അദ്ദേഹം ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് കിട്ടി, ഓക്കെ, അദ്ദേഹത്തിന് ആ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടി, അദ്ദേഹം അതുകൊണ്ട് അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി, എർലിംഗ് ഹാലൻഡ് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അപ്ബ്രിങ്ങിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, എർലിംഗ് ഹാലൻഡ് ലണ്ടനിലാണ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം നോർവേയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കിട്ടിയെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയിലേക്കും നമ്മൾ നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, മിഡ്ഫീൽഡർ ആയിരുന്നു. അമ്മ ഒരു ഹാപ്റ്റത്ലോൺ പ്ലെയർ എന്ന് വെച്ചാൽ ഒരു അത്ലറ്റ് ആയിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അത്ലറ്റും അതേപോലെ തന്നെ ഫുട്ബോൾ പ്ലെയറൊക്കെ ആയിരുന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രാക്ടീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ വലിയ പ്ലെയേഴ്സിനെ എല്ലാവരെയും നോക്കിയാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അല്ലാതെ ഒറ്റയടിക്ക് 25-ാം വയസ്സിൽ ഞാനിത് ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതല്ല. ചെറുപ്പത്തിലെ ആ നിലക്ക് അപ്ബ്രിങ്ങിങ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഏകദേശം എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സും അങ്ങനെ ആവാൻ കാരണം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഫുട്ബോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഫുട്ബോൾ മാത്രമായിരുന്നില്ല അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത്. അദ്ദേഹം അതേ സമയത്ത് തന്നെ ഹാൻഡ്ബോൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജമ്പിങ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഉയർന്ന് ചാടിക്കൊണ്ടുള്ള ആ ഒരു ഹെഡറൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതൊക്കെ ഈ പറഞ്ഞ ഹാൻഡ്ബോൾ പരിശീലിച്ചതിലൂടെയാണ് അദ്ദേഹത്തിന് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ അദ്ദേഹം അത്ലറ്റിക്സിൽ വലിയ രൂപത്തിൽ, അദ്ദേഹത്തിന്റെ അമ്മ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അത്ലറ്റിക്സിലും അദ്ദേഹത്തിന് ഒരുപാട് പ്രാക്ടീസ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആ സ്പീഡിൽ ഓടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുണ്ടായിരുന്നത്. 5-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം 1.63 മീറ്റേഴ്സ് ലോങ് ജമ്പ് ചെയ്തിരുന്നു. ആ ഒരു റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഹാൻഡ്ബോളും അത്ലറ്റിക്സും അതുപോലെ തന്നെ നോർഡിക് സ്കൈയിങ്, അതേപോലെ അവിടെ അതിലൂടെയാണ് ഈ ബാലൻസ് ഒക്കെ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ലെഗിന്റെ സ്ട്രെങ്ത് കൂടാൻ സഹായിച്ചത് നോർഡിക് സ്കൈയിങ് ആണ്. അതേപോലെ തന്നെ ഗോൾഫ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേഷ്യൻസും പ്രിസിഷനും ഒക്കെ കിട്ടാൻ കാരണം. എന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പത്തിൽ വെറും ഫുട്ബോൾ മാത്രം കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നല്ല ഫുട്ബോൾ പ്ലെയറൊക്കെ ആയേനെ. പക്ഷെ ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഒന്നും ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ നിലക്ക് അഡ്വാൻറ്റേജസ് ആവുമായിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഹാൻഡ്ബോളും അത്ലറ്റിക്സും സ്കൈയിങ്ങും അതുപോലെ തന്നെ പിന്നെ ഗോൾഫും എല്ലാം പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരേ സമയത്ത് നല്ല സ്ട്രെങ്ത് ഉള്ള കാല് കിട്ടി, അതേപോലെ തന്നെ ഉയരം കിട്ടി, അതേപോലെ തന്നെ ആ നിലക്ക് പിന്നെ ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്യാനുള്ള കഴിവ് കിട്ടി, ബാലൻസ് കിട്ടി, പേഷ്യൻസ് കിട്ടി, ആ പൊസിഷൻ ചെയ്യാനുള്ള ഒരു അവസ്ഥ കിട്ടി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നോക്കി തിരിഞ്ഞ് ഹിസ്റ്ററിയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്ന് ഹാൻഡ്ബോൾ കളിച്ചത് കൊണ്ടാണ്, അന്ന് ഗോൾഫ് കളിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അന്ന് അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നന്നായി ഓടാൻ പറ്റുന്നത്, ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മുമ്പ് ചെറുപ്പത്തിൽ ഒരു 5-ാം വയസ്സിലും 6-ാം വയസ്സിലും അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയൊക്കെ അദ്ദേഹം ആ സമയത്ത് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയോ, ചെറുപ്പത്തിൽ നമ്മൾ ഇതിപ്പം ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ പലപ്പോഴും പാരൻസ് ഒക്കെ ചെയ്യുന്ന വെച്ചാൽ അവരൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ടാവും, എൻ്റെ മകനെ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, പൈലറ്റ് ആക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായിക്കൊണ്ട് അതിൻ്റെ സ്കിൽസ് മാത്രം കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. പക്ഷേ അത് മാത്രം കൊടുത്തിരുന്നെങ്കിൽ
മറ്റെല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സിനെയും പോലെ ഒരു പ്ലെയറായി അദ്ദേഹം മാറുമായിരുന്നു. പക്ഷേ അതിൽ അവസാനിപ്പിക്കാതെ ബാക്കിയുള്ളതെല്ലാം എല്ലാത്തിലേക്കുള്ള എക്സ്പോഷർ കൊടുത്തു. അതെല്ലാം ഡെവലപ്പ് ആയപ്പോൾ എല്ലാം കൂടിയ ഒരു ഫുട്ബോൾ പ്ലെയറായി അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു പക്ഷേ പാരൻസിന് ഒരുപാട് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാകാം, ചില ഗോൾസ് ഉണ്ടാവാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സ്കിൽസും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പറഞ്ഞയക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തന്നെ അതേ സമയത്ത് തന്നെ വെറും മാത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അവർ റീഡിങ് ഹാബിറ്റ്സും ഡെവലപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റ് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യട്ടെ, അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യട്ടെ. ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറായി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആ നിലക്ക് തിളങ്ങാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചെന്ന് വരാം. ഇനി അവരുടെ ലക്ഷ്യം പാരൻസിൻ്റെതിനോട് അലൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാനും ഇതുകൊണ്ട് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എനിവേ ഈ ഒരു കാര്യം ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു അതൊക്കെ ജീവിതാവസാനം വരേക്കും പലതരത്തിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് യഥാർത്ഥത്തിൽ എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചാനലിൽ ഇത്തരം വീഡിയോകൾ കൂടുതലായി വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.